എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള സറന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ജനകീയ വിഷയങ്ങൾ ഈ പരിപാടിയിൽ ഉന്നയിക്കാം. അതിനായി ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജനകീയ വിഷയങ്ങളെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484283050 എന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ, വാർത്തയുടെ ഭാഗമായ ദൃശ്യങ്ങളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി അത് വായിക്കാം. അതിനും അവസരമുണ്ട്. 6235968937 ഈ വാട്സാപ്പ് നമ്പറിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് അയക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഗവർണർ വാർത്തയിലേക്കാണ്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചത്. മറ്റ് 3 ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ്. ലോകായുക്ത ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ഭരണപക്ഷം ഗവർണർക്കെതിരായ വിമർശനം ശക്തമാക്കി. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്ന ബിൽ, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബിൽ, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത്. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർക്ക് കനത്ത തിരിച്ചടിയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുപൊടിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ RS ശശികുമാറും പറഞ്ഞു. അതേസമയം സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ടു പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവന് ലഭിച്ച നിയമോപദേശമനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള, സാങ്കേതിക, കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും. 24 തിരുവനന്തപുരം. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലിനും അംഗീകാരം നൽകിയെങ്കിലും ഗവർണറും സർക്കാരും ഏറ്റുമുട്ടിയ അംഗീകാരം നൽകിയില്ലെങ്കിലും ഗവർണറും സർക്കാരും ഏറ്റുമുട്ടിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ഭവൻ അനുമതി നൽകി. ഈ വിജയം സർക്കാരിൻ്റേതോ അതോ ഗവർണറുടേതോ? കേൾക്കാം ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ വിജയമാണ്, 100% സർക്കാരിൻ്റെ വിജയമാണ്. ഗവർണർക്ക് തിരിച്ചടിയാണ് രാഷ്ട്രപതി ഒപ്പിട്ടത്. ഒരുപാട് ബില്ലുകൾ ഇവിടെ ഗവർണർ ഒപ്പിടാനുണ്ട്. സർക്കാരിൻ്റെ വിജയം 100%. ഇനി മറ്റുള്ള ബില്ലുകൾ ഒപ്പിട്ടാൽ ഇനി സർക്കാർ വിജയം. പിന്നെ രാഷ്ട്രപതി ഒപ്പിട്ട് നല്ല കാര്യമാണ്, സർക്കാരിൻ്റെ വിജയം തന്നെ അത്. നമ്മളെ ഇത്രയും ഇത് ലോകായുക്ത ബില്ല് എന്നോ ഒപ്പിട്ട് നിയമമാകേണ്ട ഒരു ഇതായിരുന്നു. ഇത് ഇത്രയും വൈകിപ്പിച്ച് ഇപ്പം രാഷ്ട്രപതിക്ക് അയച്ചപ്പോൾ രാഷ്ട്രപതി വളരെ പെട്ടെന്ന് തന്നെ അത് ഒപ്പിട്ട് സാധൂകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിന്, കേരള ഗവൺമെൻറ്റിന് ഒരു വിജയമായിട്ട് തന്നെ കാണാം. ഗവർണർക്ക് ഉറക്ക ചിന്തിക്കേണ്ട ഒരു സമയമായി എന്നാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് ഗവർണറുടെ വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയം കളിക്കണതുകൊണ്ട് ഗവർണറും രാഷ്ട്രീയം കളിക്കണത്, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. ഒന്നും പറയാനില്ല. തീർച്ചയായും സർക്കാരിൻ്റെ വിജയമല്ലേ, സർക്കാരിൻ്റെ വിജയമാണ്. അതിൽ ഇതില്ല, ഗവൺമെൻറ് ഒപ്പുവെച്ചല്ല. ഗവൺമെൻറ്റിന് നേട്ടം, പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയാണ്. അത് ഗവർണർ വിജയമല്ലേ, ഗവർണറല്ലേ ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യാൻ നിന്നതല്ലേ, ഗവർണർ വിജയം തന്നെയാണ്. ഗവർണർക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകണമെന്ന് തോന്നുന്നുണ്ട്. സർക്കാർ ഗവർണർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി വയനാട്ടിലേക്ക് പോകുന്നു. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി. പാലക്കാട് സ്വദേശി അഖിൽ ആണ് ഇന്ന് പോലീസിന്റെ പിടിയിലായത്. ഗൂഢാലോചനയിലും മർദ്ദനത്തിലും അഖിലിന് നേരിട്ട് പങ്കുണ്ട്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ 7 സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥി നേരിട്ടത് ക്രൂരമായ മർദ്ദനമെന്ന് പോലീസ് കണ്ടെത്തുന്നു. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട മർദ്ദനത്തിനിരയാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റു പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു.
ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിൻ്റെ മനോവിഷമവും സിദ്ധാർത്ഥിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകൾ ഉണ്ട്, പല സൂചനകളും ഉണ്ട്. ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ്. അവർ പ്രത്യേക വേറെ എവിടുന്ന് സംഘടിച്ച് വന്നൊന്നുമല്ല. അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. കുറ്റക്കാർ ആരും രക്ഷപ്പെടരുതെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്. അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആകെ 18 പ്രതികളുള്ള കേസിൽ 7 പേരാണ് ഇതുവരെ പിടിയിലായത്. SFI യൂണിറ്റ് സെക്രട്ടറി, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ 11 പ്രതികളെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. സർവകലാശാലയ്ക്ക് മുന്നിൽ സമരപ്പന്തലുകൾ ഉയർന്നു കഴിഞ്ഞു. മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ സമരം തുടരാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. റിബിൻ ജോൺ ബാലേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 വയനാട്. ഇത് വലിയ ആയുധമാക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. സർവകലാശാലയ്ക്ക് മുന്നിൽ KSUവും ABVPയും സമരം തുടങ്ങി. പ്രതികളായ SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരമുഖത്തേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. നടന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. SFI കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് EP ജയരാജൻ. ആര് പ്രതിപ്പട്ടികയിലുണ്ടായാലും തിരക്കുകളില്ല. തെറ്റാണ്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ക്യാമ്പസിന് മുന്നിൽ KSUവും ABVPയും പ്രതിഷേധ സമരം തുടങ്ങി. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നുള്ള വാർത്ത അല്പസമയം മുൻപാണ് വന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ KSU ആഹ്വാനം ചെയ്തു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ KSU പന്തം കൊളുത്തി പ്രതിഷേധിക്കും. പൂക്കോട് സർവകലാശാലയ്ക്ക് മുൻപിൽ നിന്ന് അരുൺ പാറക്കൽ ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ സമരം ശക്തമാകുന്ന ഒരു ഭാഗത്ത് പ്രത്യേക സംഘം വരണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, അരുൺ? ഉന്മേഷ്, ഏറ്റവും പുതുതായി വന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മുഴുവൻ പ്രതികളെയും, കുറ്റക്കാരായ മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടണമെന്ന് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം സമരം, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് KSUവിൻ്റെ തീരുമാനമുള്ളത്. മാത്രമല്ല, മാർച്ച് 4-ന് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. KSU ഇന്ന് മുതൽ സമരം ആരംഭിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കാണ് KSU കടന്നിരിക്കുന്നത്. ഒപ്പം ABVPയും ഉണ്ട്. ABVP 24 മണിക്കൂർ ഉപവാസ സമരം ഇന്ന് 3 മണിയോടുകൂടി ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ABVP ഉള്ളത്. ഈ മരിച്ച സിദ്ധാർത്ഥിൻ്റെ രക്ഷിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാൻ ABVP നേതാക്കൾ തയ്യാറെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് പറയാനുള്ളത്. ഒപ്പം ഇന്ന് ഒരു പ്രധാന പ്രതി കൂടി, അതായത് ഈ കേസിലെ പ്രതിപട്ടികയിലുള്ള 1-ാം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. അഖിൽ എന്നാണ് പേര്, പാലക്കാട് സ്വദേശിയാണ്.
കൃത്യമായ ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നു. ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ പോലീസ് ഗൂഢാലോചന, റാഗിംഗ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയതെങ്കിലും ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തണോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. സംശയമുള്ള പ്രതികളെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഈ പ്രതികൾക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. 18 പ്രതികളുടെ കേസിൽ നിലവിൽ 7 പേരെ പോലീസ് ഇതോടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും ക്യാമ്പസ് യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെ 11 പേരെ കൂടി പോലീസ് പിടികൂടാനുണ്ട്. കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോഴും വ്യാപിക്കുകയാണ്. ഉന്മേഷ്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് പറയുന്നു, കോളേജിൽ രാഷ്ട്രീയം നിർത്തണം, റാഗിംഗുകാരെ ഇനി മുന്നോട്ട് പഠിക്കാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. സഞ്ജുലാൽ പറയുന്നു, കോളേജുകളിൽ രാഷ്ട്രീയം വേണ്ട. ഇത്തരത്തിൽ ചില വിദ്യാർത്ഥി സംഘടനകളിലെ ചില പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമ്പോഴാണ് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നതും അത് രാഷ്ട്രീയത്തിനെതിരായ പൊതുനിലപാടായി മാറുന്നതും പ്രേക്ഷകരുടെ അടക്കം ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉയരുന്നതും. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. തൃശൂർ മനക്കുടി ചേറ്റുപുഴപ്പാടത്ത് തീപിടുത്തം. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് സാമഗ്രികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. സൂരജ്, ഈ തീപിടുത്തം എങ്ങനെയുണ്ടായി, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൂരജ്. ഉന്മേഷ്, വൈകുന്നേരം 5:30 തൃശൂർ മനക്കുടി ചേറ്റുപുഴ പാടത്ത് തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ ജൽജീവൻ മിഷന്റെ പദ്ധതിക്കായി കൊണ്ടുചെന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ കൊണ്ടുചെന്നിട്ടിരുന്ന പൈപ്പുകൾക്കാണ് തീപിടിച്ചത്. ഈ പൈപ്പുകൾ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം എന്ത് എന്നറിയില്ല. ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന് തീപിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ്, അതായത് നേരത്തെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ച് തീയണക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അത് പൂർണ്ണമായും തീയണക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഇപ്പോൾ 1 യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ട് തീയണക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് സംയുക്തമായി തീയണക്കുന്നതിനുള്ള ഒരു നടപടികൾ നടത്തുന്നുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. 20 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അത് പൈപ്പിന് പുറമെ ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി അവിടെ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നു. ഈ നിർമ്മാണ സാമഗ്രികൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. പാടത്തേക്കോ മറ്റു പ്രദേശങ്ങളിലേക്കോ ഒന്നും തീ പടർന്നിട്ടില്ല. പക്ഷേ ഈ നിർമ്മാണ സാമഗ്രികൾ ആകെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. 5:30 തുടങ്ങിയ തീപിടുത്തമാണ്. വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ട്. പക്ഷേ ഇതുവരെയും അത് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. ഉന്മേഷ്, ഇത് കൂടുതലിടങ്ങളിലേക്ക് പടരുമോ സൂരജ്? അത്തരത്തിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ടോ തടയുന്നതിന് വേണ്ടി? ഉന്മേഷ്, ആദ്യഘട്ടത്തിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇവിടെ എത്തി തീയണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയത്. 5:30 തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും സമീപത്തെ തോടുകളിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാർ തന്നെ ആദ്യഘട്ടത്തിൽ നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് ഈ ഫയർഫോഴ്സിന്റെ ആദ്യ യൂണിറ്റ് എത്തുന്നത്. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഒരു യൂണിറ്റ് കൂടി വിളിച്ചു വരുത്തി. പക്ഷേ 2 യൂണിറ്റുകൾ കഴിഞ്ഞ 1 മണിക്കൂറിലധികം നേരമായി ഈ തീ കെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടും അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരുന്നില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് അടുത്ത യൂണിറ്റ് കൂടി എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത്. എന്തായാലും 3 യൂണിറ്റ് എത്തിച്ചുകൊണ്ട് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തീ വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും അധികം വൈകാതെ എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. 1 യൂണിറ്റ് കൂടി എത്തിച്ചുകൊണ്ട് ഈ കൂടുതൽ വെള്ളം അടിച്ച് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികളിലേക്കാണ് ഫയർഫോഴ്സ് നടക്കുന്നത്. ഒപ്പം നാട്ടുകാർ ഉൾപ്പെടെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ തന്നെ ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അങ്ങോട്ടേക്ക് വെള്ളം എത്തിച്ചിരുന്നു. ഒന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതിന്റെ ഒരു പ്രയാസമുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് പൈപ്പ് കൂടാതെ തന്നെ ജലജീവൻ മിഷന്റെ പദ്ധതിക്ക് എത്തിച്ചിരുന്ന മറ്റ് സാമഗ്രികൾ അടക്കമുണ്ടായിരുന്നു. ഈ സാമഗ്രികൾക്കാണ് തീ പിടിക്കുന്നത്. വലിയ രീതിയിൽ പുകയും തീയും ആളിക്കത്തുകയായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ശരി സൂരജ്, സൂരജ് സജിയാണ് വിവരങ്ങൾ
പ്രതികരണം നൽകിയത്. രാജേന്ദ്രൻ വയല പറയുന്നുണ്ട്, തീപിടുത്തം, ഈ ചൂടിൽ കൂടുതൽ കരുതൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ നമ്മൾ നൽകിയ റാഗിംഗ് വാർത്തയുമായി ബന്ധപ്പെട്ടും കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഗോപിദാസ് പറയുന്നു, റാഗിംഗ് പൂർണ്ണമായും നിരോധിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാന കോളേജുകളിൽ പോലും പാതിയിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. അത് നിയന്ത്രിക്കാൻ നിയമമുണ്ട്, അത് കൃത്യമായി നടപ്പാക്കുകയാണ് വേണ്ടത്. ഹസീന ഷാജി പറയുന്നു, എങ്ങനെ കുട്ടികളെ മാതാപിതാക്കൾ വിശ്വസിച്ച് പഠിക്കാൻ വിടും എന്നാണ്. അത് കുടുംബത്തിലിരിക്കുന്ന ഓരോരുത്തരുടെയും ചോദ്യം എന്നുള്ള നിലയിൽ കാണണം. അക്ഷയ് സി പറയുന്നു, ഇത് രാഷ്ട്രീയമല്ല, പക്ക റാഗിംഗ് ആണ്. ഏതായാലും അതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. കർശന നടപടി ആ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ചെറിയൊരു ഇടവേളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ പ്രഖ്യാപനം വരുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ MP തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും എന്നാണ് ACC ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ അടുത്ത വാർത്തയ്ക്കായി മൂന്നാറിലേക്ക് പോകുന്നു. മൂന്നാറിൽ നിരാഹാര സമരം ഇരുന്ന ഡീൻ കുര്യാക്കോസ് MPയെ ആരോഗ്യനില മോശമായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടപ്പോഴാണ് MPയുടെ ആരോഗ്യനില മോശമായത്. മൂന്നാറിലെ വന്യജീവി ആക്രമണത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതിന് എതിരെ ഇടുക്കി രൂപതയും രംഗത്തെത്തി. ഇതിനിടെ മതപ്പാടിലുള്ള പടയപ്പ നേമക്കാട് എസ്റ്റേറ്റിൽ തീറ്റിയെടുക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മൂന്നാറിലെ പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റുക, RRT സംഘത്തെ വിപുലീകരിക്കുക, സുരേഷ് കുമാറിനെ കൊലപ്പെടുത്തിയ കാട്ടാന ഏതെന്ന് കണ്ടെത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് MP മൂന്നാറിൽ നിരാഹാര സമരം തുടങ്ങിയത്. ഷുഗർ കുറയുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് MPയെ പോലീസ് എത്തി സമരപന്തലിൽ നിന്ന് മാറ്റിയത്. നിരാഹാര സമരം തുടങ്ങി 3 ദിവസമായിട്ടും RRT സംഘത്തെ വിപുലീകരിക്കുന്നതൊഴിച്ച് ഡീൻ കുര്യാക്കോസ് MPയുടെ ഒരാവശ്യവും വനം വകുപ്പ് പരിഗണിച്ചിരുന്നില്ല. എങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ല എന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ നിലപാട്. ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്നുപോകരുതെന്ന് ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിന് ഉള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. മതപ്പാടുള്ള പടയപ്പ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽ രാജ് പകർത്തിയ പടയപ്പയുടെ ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ആനയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മൂന്നാറിലെ കാട്ടാന ശല്യം ഒരു ചെറിയ കാര്യമല്ല. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ ജനവിഭാഗത്തിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വനം വകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. മൂന്നാറിലെ ആശങ്ക, ഡീൻ കുര്യാക്കോസിന്റെ സമരം, പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. இங்கே உள்ளவங்க எல்லாருமே வந்து ஐடி கம்பெனிலையோ இல்லை பெரிய பெரிய கம்பெனியோ மூணாரில் கிடையாது. எல்லாருமே அங்கே வேலை செஞ்சுட்டு நேரத்தை வீட்டுக்கு ஒரு பர்டிகுலர் டைமில் வர்றதுக்காக வேண்டி எல்லாரும் தேயிலைக்காட்டில் வேலை செய்கிறாங்க, நைட்டு சாப்பாட்டு கடையில் வேலை செய்கிறாங்க, ஆட்டோ ஓட்டுறாங்க, ஃபேக்ட்ரியில் வேலை செஞ்சுட்டு நைட்டு போகிறவங்க இருக்கிறாங்க. அப்படி போகும்போது இந்த யானை இப்படி 2 பேரை கொன்னதுனால எங்கள் எல்லாருக்குமே பயமாக இருக்குது. நைட்டு எங்கே பகல்லையே பயமாக தான் இருக்குது உயிரை காப்பாற்றுறதுக்காக வேண்டி. அதனால் இதுக்கு ஒரு நடவடிக்கை எடுத்து இந்த யானையை போய் வனத்தில் விடணும். யானை சலியும் இங்கே ரொம்ப இருக்குது. இங்கே எங்கள் ஏரியாக்குள்ளெல்லாம் வந்துட்டுருக்கு. அதனால எங்கள் அப்பா அம்மாலாம் ஓட்ட போக முடியலை. யானை அதனால் பிடிக்கணும். காலையில் தண்ணி வரல, காட்டுக்கு போகிறோம். காட்டில் யானை வந்துட்டு ஒரு 5-6, 3 குட்டி 2-3 பெருசுகள்லாம் நிற்குது. எந்த நேரம் என்ன சம்பவம் நடக்குன்னே தெரியாது. தயவு செய்து ஃபாரஸ்ட்காரங்க இந்த வன விலங்குகளை அங்கிட்ட இங்கிட்ட ஓட்டி ஆளில்லாத பக்கம் ஓட்டி இது பண்ணி கொடுக்கணும்னு கேட்டுருக்கோம். വയനാട് പൂക്കോട് വെറ്ററിനറി
സർവകലാശാലയിലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട്, കോളേജിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലീലാബി പറയുന്നുണ്ട്, കുട്ടിക്കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ കിട്ടണം. ഏതു രാഷ്ട്രീയ പാർട്ടികളും ഇനി ഒരിക്കലും ഇത് തുടരാൻ അനുവദിച്ചു കൂടുക എന്നാണ് ലീലാബിയുടെ പ്രതികരണമായി വരുന്നത്. പ്രവീൺ പ്രകാശ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്ക് സിവിൽ ലൈൻ റോഡിൽ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളിൽ നിന്ന് മലിനജലം റോഡിൽ വീണ് അതിൽ തെന്നി വീണ് ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നുണ്ട്. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം എന്നാണ് പറയുന്നത്. രഘുനന്ദനൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. കൊല്ലം തിരുമുല്ലവാരം കടപ്പുറത്തെ പാർക്കും ലൈറ്റും അടിയന്തരമായിട്ട് നവീകരിക്കണം എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം ആവശ്യപ്പെടുന്നത്. മറ്റു വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണം വരുന്നു. ഷിബു മോളയിൽ ഇങ്ങനെ പറയുന്നു, കോളേജ് രാഷ്ട്രീയം നിർത്തലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നേരത്തെ നൽകിയ പൂക്കോട് വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന ചില വാർത്തകളുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി. കാണാം ബി പോസിറ്റീവ്. ബസ് സ്റ്റോപ്പുകൾ പണിയാൻ ചെലവാക്കുന്ന തുക പലപ്പോഴും ചർച്ചയാകാറുണ്ട്. എന്നാൽ തൃശൂർ നഗരത്തിൽ നയാ പൈസ ചെലവില്ലാതെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുകയാണ് കോർപ്പറേഷൻ. ഒന്നും രണ്ടുമല്ല, 150 ഡിജിറ്റൽ ബസ് സ്റ്റോപ്പുകളാണ് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ബസ് സ്റ്റോപ്പുകളുടെ നിർമ്മാണ തുകകൾ കണ്ട് പലപ്പോഴും കണ്ണു തള്ളിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. 1 രൂപ പോലും ചിലവില്ലാതെ ഇതുപോലെ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച വരുമാനം കൊയ്യുകയാണ് തൃശൂർ കോർപ്പറേഷൻ. സ്വരാജ് റൗണ്ടിലെത്തുന്നവർക്ക് ഒരു മഴ വന്നാൽ കയറി നിൽക്കാൻ കടത്തിണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്ന പരാതിക്ക് പരിഹാരമാവുകയാണ്. റൗണ്ടിൽ ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ ഇതിനോടകം 27 ബസ് ഷെൽട്ടറുകളാണ് ഒരുങ്ങിയത്. 6 മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിൽ തുറക്കുന്നത് 180 അത്യാധുനിക ബസ് സ്റ്റോപ്പുകൾ. മണിക്കൂറുമുള്ള നിരീക്ഷണ ക്യാമറകൾ, ചാർജിംഗ് പോയിന്റുകൾ, വൈഫൈ, മ്യൂസിക് സിസ്റ്റം തുടങ്ങി അത്യാധുനിക രീതിയിലുള്ള ഡിജിറ്റൽ ബസ് സ്റ്റോപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, അത്യാവശ്യം വെളിച്ചം കിട്ടും, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടു. പാട്ട് കേൾക്കാം, ചാർജ് ചെയ്യാം. സ്വകാര്യ കമ്പനിയുമായി 10 കൊല്ലത്തെ കരാറാണ് കോർപ്പറേഷൻ വെച്ചിട്ടുള്ളത്. നിർമ്മാണവും പരിപാലനവും നടത്തിപ്പും സ്വകാര്യ കമ്പനിക്ക്. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുള്ള LED സ്ക്രീനിൽ പരസ്യം നൽകാം. ഇതിൽ നിന്നുള്ള വരുമാന വിഹിതവും കോർപ്പറേഷനിൽ ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ ആസൂത്രണം. എഗ്രിമെന്റ് പ്രകാരം ഓരോ ബസ് സ്റ്റോപ്പിനും നമുക്ക് 10,000 രൂപ വെച്ച് അയാൾ തരണം. മൊത്തം 150 ബസ് സ്റ്റോപ്പുകളാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡെയിലി ഒരു വാഹനം വിട്ട് ഈ 150 ബസ് സ്റ്റോപ്പുകളും ക്ലീൻ ചെയ്യുകയും ഒപ്പം തന്നെ അതിനകത്ത് ഏതെങ്കിലും സാമഗ്രികൾ കുറവുണ്ടെങ്കിൽ അത് എല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഓരോ ബസ് സ്റ്റോപ്പിനും 10,000 രൂപ വീതമാണ് പ്രതിമാസം കോർപ്പറേഷന് ലഭിക്കുക. പദ്ധതി പൂർത്തിയാകുന്നതോടെ 15 ലക്ഷം രൂപ പ്രതിമാസം കോർപ്പറേഷന് ലഭിക്കും. വെയിലും മഴയും പ്രതിരോധിക്കുക മാത്രമല്ല, സുരക്ഷയുറപ്പാക്കുന്ന അത്യാധുനിക ബസ് സ്റ്റോപ്പുകൾ. വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിജിറ്റൽ ബസ് സ്റ്റോപ്പുകളിലൂടെ നഗരമാകെ മുഖം മിനുക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. അപ്പോൾ അതാണ് തൃശ്ശൂരിലെ പുതിയ കാഴ്ച. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം കായികേതര പരിപാടികൾക്ക് വിട്ടുകൊടുക്കാൻ GCDA കൂടുതൽ വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. എന്നാൽ നിലവിലെ തീരുമാനം സ്റ്റേഡിയം നശിക്കാൻ കാരണമാകും എന്ന വിമർശനവും ഉയരുന്നുണ്ട്. അവാർഡ് ഷോകൾ, മ്യൂസിക് ഇവന്റുകൾ, പൊതുസമ്മേളനങ്ങൾ, അങ്ങനെ വലിയ പരിപാടികൾ എന്തുമായിക്കൊള്ളട്ടെ സ്റ്റേഡിയം വിട്ടു നൽകാമെന്നാണ് GCDA പറയുന്നത്. ഒറ്റനോട്ടത്തിൽ നല്ല തീരുമാനമെന്ന് തോന്നിയാലും ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫുട്ബോൾ ടർഫുകൾ തകരാറിലാകുമെന്നതാണ് പ്രധാന പ്രശ്നം. പരിഹാരമായി പോളിയെത്തലീൻ UV സ്റ്റെബിലൈസ്ഡ് സുരക്ഷാ ടൈലുകൾ പാകുമെന്നാണ് GCDA പറയുന്നത്. മൾട്ടി പർപ്പസിന് ആ സ്റ്റേഡിയം ഉപയോഗിക്കലാണ്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സം നമ്മുടെ പുൽത്തകടിക്ക് ദോഷം വരാൻ പാടില്ല എന്നുള്ളതാണ്. ടെക്നോളജി ലഭ്യമായതുകൊണ്ട് പുൽത്തകടിക്ക് ദോഷം വരാതെ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ സാങ്കേതികവിദ്യ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് 8 കോടി രൂപ മുടക്കിയാണെങ്കിലും ആ ടൈലുകൾ സ്വന്തമായി നമ്മൾ കൈകാര്യം ചെയ്ത് ആവശ്യത്തിന് അത് ലേ ചെയ്യുക, അത് എടുക്കുക, തകടിക്ക് ദോഷം വരാത്തതിലുള്ള പ്രത്യേക പരിചരണം കൊടുക്കുക. പക്ഷേ ഇത് എത്രത്തോളം സുരക്ഷയൊരുക്കും? ഗാനമേളകളിലും പൊതുസമ്മേളനങ്ങളിലും ഉണ്ടാകുന്ന ജനത്തിരക്കിൽ സുരക്ഷിതമാണോ സുരക്ഷാ ടൈലുകൾ? തീരുമാനത്തിനെതിരെ എതിർപ്പുകൾ പല കോണുകളിൽ നിന്നുയരുന്നുണ്ട്. മുൻ GCDA ചെയർമാൻ N വേണുഗോപാൽ തന്നെ ആദ്യം രംഗത്തെത്തി. മെറൈൻ ഡ്രൈവ് ഗ്രൗണ്ട് ഉണ്ട്, രാജേന്ദ്ര മൈതാനമുണ്ട്, അങ്ങനെയുള്ള ഗ്രൗണ്ടുകളുണ്ട്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പുറത്തെ ഗ്രൗണ്ടുകളുണ്ട്. അത്തരം ഗ്രൗണ്ടുകൾ അതിനുപയോഗിക്കുകയും കായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ശരി. അതല്ലാണ്ട് മറ്റൊരു തീരുമാനവും
എടുക്കാൻ പാടില്ല, എടുത്തത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. 2024-25 വർഷത്തെ ബജറ്റിലാണ് വിവാദ നിർദ്ദേശം അടങ്ങിയിരിക്കുന്നത്. സുരക്ഷാ ടൈലുകൾ പാകാൻ 8 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കായിക വകുപ്പിനെ കൂടി ചേർത്ത് സർക്കാർ സഹായത്തോടെ പദ്ധതി നടപ്പാക്കാൻ GCDA ഒരുങ്ങുന്നതിനിടെയാണ് എതിർപ്പ് വ്യാപകമാകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയായ കലൂർ സ്റ്റേഡിയത്തിലെ പുതിയ മാറ്റങ്ങളിൽ കായിക പ്രേമികളും അസംതൃപ്തരാണ്. കൊച്ചിയിൽ നിന്നും അലോഷിക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. സ്റ്റേഡിയ വാർത്ത കണ്ട വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നു, കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്താണ് ഇപ്പോൾ ക്രിക്കറ്റ് നടത്താത്തത് എന്ന്. നമ്മൾ ഈ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കും പറയാനുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. കളി കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്, കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അത്ര നല്ലതായിട്ട് തോന്നണില്ല. ആ കളി എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഇത് അതിന് വേണ്ടിയിട്ട് മാത്രം പോണതങ്ങനെയല്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം, അതാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ വെറുതെ അടച്ചിട്ടാലും വെറുതെ അടച്ചിട്ടിട്ട് അവിടെ ഒരു പ്രാക്ടീസോ ഇല്ലെങ്കിൽ എന്താ പറയുക ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റിന് നമുക്കൊന്നും കൊടുക്കുന്നില്ല പിള്ളേർക്കായാലും ഒന്നിനും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പെരേഡ് ഗ്രൗണ്ട് ആയാലും നോക്കിയാൽ മതി, ഇത്രയും എമൗണ്ടൊക്കെ ഇതാക്കിയിട്ട് അവിടെ ഒരു കളി പോലും നടത്തിയിട്ടില്ല, അവിടെ ആരും വന്നിട്ടും കൂടിയില്ല. അപ്പോൾ അതിനും ഭേദം എന്തെങ്കിലും ഒരു പരിപാടി നടത്തണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാര്യങ്ങൾ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ ബെറ്ററാണ്, നല്ലതായിട്ട് തോന്നി. കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും, എല്ലാവരും വന്നിരിക്കാനും അതുപോലെ തന്നെ നടക്കാനും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. നല്ല കാര്യമല്ലേ അത്? അവർക്ക് അതിൽ കൂടി ഒരു ലാഭം കിട്ടും, കുറച്ച് പേർക്കും ജോലി കിട്ടും, നല്ലൊരു കാര്യമല്ലേ അത്? കളികൾക്ക് അവർ അതനുസരിച്ചുള്ള സെക്യൂരിറ്റിയാണ് ചെയ്യണേ. ഗേറ്റൊക്കെ അടച്ചിട്ട് യാത്രക്കാരെ പോലും ഇടാറില്ല. ആ ടൈമിലൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂരിലെ ഡിജിറ്റൽ ബസ് സ്റ്റോപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തയിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പ്രദീപ് കുമാർ പറയുന്നു, കണ്ടുപഠിക്കൂ, തൃശ്ശൂരിനെ തൃശ്ശൂർ പുളിയാണ്, തൃശ്ശൂർ ഗഡിയാണെന്ന് പറയുന്നു കുവൈറ്റിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ബാലകൃഷ്ണൻ PK പറയുന്നു, ഡിജിറ്റൽ ബസ് സ്റ്റോപ്പ് കൊള്ളാം, ഇത് പരിപാലിക്കുന്നതിലാണ് കാര്യം, നമ്മളിത് എത്ര കണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ ഉദ്യോഗസ്ഥരോട് നീരസം പ്രകടിപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഉദ്യോഗസ്ഥരുടെ കനത്ത വീഴ്ചയാണ് ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് മന്ത്രിയുടെ വിമർശനം. ഫയലുകൾ ഉടൻ തീർപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഓരോ ഫയലും ഒരു ജീവിതമാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പറഞ്ഞിട്ടിപ്പോൾ കുറേയായി, പക്ഷേ നമ്മുടെ ചില ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഇക്കാര്യത്തിൽ വെളിവ് വന്നിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകൾ പോലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ രൂക്ഷ വിമർശനം. പലതവണ അദാലത്തുകളും തീവ്രയജ്ഞവും നടത്തിയിട്ടും ഫലമില്ല. ഉദ്യോഗസ്ഥരുടെ കനത്ത വീഴ്ച കൊണ്ടാണ് ഫയലുകൾ കെട്ടിക്കിടക്കുന്നതെന്നാണ് മന്ത്രിയുടെ വാദം. ഈ ഫയലുകളൊക്കെ മാർച്ച് 31 മുമ്പ് തീർപ്പാക്കണമെന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന അന്ത്യശാസനം. നിയമന അംഗീകാരം, പെൻഷൻ, ഓഡിറ്റ്, വിജിലൻസ്, കോടതി കേസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീർക്കുന്നതിനും അദാലത്ത് സംഘടിപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഇതിന്റെ റിപ്പോർട്ട് എത്രയും വേഗം നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തു. കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്കുമായാണ് മന്ത്രി കാര്യങ്ങൾ വിവരിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ മാത്രം 38 സെക്ഷനുകളിലായി 16,514 ഫയലുകൾ തീർപ്പാക്കാതെ ശേഷിക്കുന്നുണ്ട്. ഒരു വർഷത്തിന് മുകളിലായവ 3,317, 2 വർഷത്തിലേറെയായവ 1,605, 3 വർഷത്തിലേറെയായവ 804 എന്നിങ്ങനെയാണ് കണക്ക്. ഫയൽ തീർപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കെതിരെയാണ് മുഖ്യ വിമർശനം. ഇനി ഫയൽ തീർപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണോ ഇതെന്നാണ് ജനം ചോദിക്കുന്ന ചോദ്യം. തീർച്ചയായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭരണയന്ത്രം കൈയാളുന്ന മന്ത്രിമാർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? ഇടയ്ക്കിടയ്ക്ക് അന്ത്യശാസനം നൽകിയതുകൊണ്ട് മാത്രം കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കപ്പെടുമോ? ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഫയലുകൾ ഇത്തരത്തിൽ കെട്ടിക്കിടക്കാൻ പാടില്ല, അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാരോ അവരുടെ പോരായ്മയാണ് ഇതിനെല്ലാം കാരണം. അല്ലാതെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്യോഗസ്ഥന്മാരും അവരിൽ മുകളിൽ കിടക്കുന്ന നേതാക്കന്മാരും അതിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഫയലുകളെല്ലാം കെട്ടിക്കിടക്കുന്നത്. ഉദ്യോഗസ്ഥരും മന്ത്രിസഭയുടെയും വീഴ്ചയാണത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കൊണ്ടുപോകുന്നത്. ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് ഈ ഫയൽ കെട്ടിക്കിടക്കുന്നത്. ഭരണകൂടത്തിൻ്റെ വീഴ്ച ഇല്ലെങ്കിൽ ഈ ഫയൽ കെട്ടിക്കിടക്കില്ല.
അതിനെ ക്ലിയറായിട്ട് പറഞ്ഞെടുത്ത് അത് ശരിയാക്കിയെങ്കിൽ അത് ശരിക്ക് അതിൻ്റെ രീതിക്ക് പോകും. കേരളത്തിലെ മുഴുവൻ ഓഫീസുകളുടെയും സീനിയോറിറ്റി ഫയലുകളെല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഇതിലെ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥരല്ല, സർക്കാരും മന്ത്രിമാരുമാണ്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പൊതുജനം കഴുതയിലസ്ത്ര എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് ഒരു വാർത്ത സൂചിപ്പിച്ചിരുന്നു, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. കോട്ടയം കടുവാക്കുളത്ത് മീൻകടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ അതിക്രമം. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സിബി കൊല്ലാടാണ് അതിക്രമം നടത്തിയത്. ലൈസൻസ് ചോദിച്ച് കടയിലെത്തിയ സിബി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. അതേസമയം അതിക്രമം നടത്തിയിട്ടില്ല എന്നാണ് സിബിയുടെ പ്രതികരണം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് കടയുടമ പറഞ്ഞു. ഫോൺ വാങ്ങിച്ചു പറഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞ ഇതിന്റെ ഉദ്ഘാടനം എൻ്റെ ഏരിയയിൽ വന്ന് ഒരു കട നടത്തിയിട്ട് ഇതിന്റെ ഉദ്ഘാടനം എന്നോട് പറയാതെ നീ കട മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകത്തില്ല, നിന്റെ ഈ കട പൂട്ടിക്കും എന്ന് പുള്ളി ശക്തമായ രീതിയിൽ പറഞ്ഞു. നിന്റെ ഈ കട ഒരു ദിവസം പോലും മുന്നോട്ട് നടത്താനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരത്തില്ല, ഇത് പൂട്ടിക്കാനുള്ള സംവിധാനം ചെയ്യും, ഇത് നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പുള്ളി ഫോൺ എൻ്റെ സംസാരം നിർത്തി പെട്ടെന്ന് ഫോൺ എടുത്ത് എറിഞ്ഞു. ഫോൺ തട്ടി താഴെ വീണ് അത് പൊട്ടുകയുണ്ടായി. അപ്പോൾ ഇത്രയും സംഭവമാണ് ഇവിടെ നടന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പഞ്ചായത്ത് അംഗമാണ് ഇത്തരത്തിൽ അതിക്രമം കാട്ടിയെന്ന തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് ഉന്മേഷ്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി ഈ കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മീൻകടയാണ്. എന്തായാലും ആ മീൻകടയിൽ ഒരു ജീവനക്കാരിയും അതുപോലെ തന്നെ അതിന്റെ ഉടമയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം വന്ന ജീവനക്കാരിയോടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ലൈസൻസ് ചോദിച്ചതെന്നാണ് പറയുന്നത്. അതിന് ഇദ്ദേഹത്തിന് എന്താണ് അവകാശം എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി എന്തായാലും നൽകുന്നില്ല. ഈ തനിക്ക് ലൈസൻസ് ഉണ്ടോ, താൻ എന്തിനാണ് ഇവിടെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നത്, തന്നോട് പറയാതെ, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ തന്നോട് പറയാതെ എന്തിനാണ് ഈ മേഖലയിൽ പള്ളത്ത് കച്ചവടം നടത്തുന്നത് എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഫോൺ അടക്കം പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞുടച്ചു എന്ന തരത്തിലും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻകടയിലെ തട്ടിനടക്കം കേടുപാടുകൾ വരുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്ക് ഈ കടയുടമ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അവരുടെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അവിടെ പോയതെന്നൊരു വിവരമാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് കടയുടമ അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മൗണ്ടൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. തുല്യതാ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് ഇരട്ടിയാക്കിയതിൽ 50,000-ഓളം വരുന്ന പഠിതാക്കൾ ഇപ്പോൾ ദുരിതത്തിലാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം പാഠപുസ്തകം ലഭിച്ചത് പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപാണ് എന്നുകൂടി ആ അക്കൗണ്ടിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി. പോലീസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുത് എന്ന ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് വേണം നടപടിയെടുക്കാൻ എന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. റോഡ് അപകടങ്ങളിൽ പോലീസ് തയ്യാറാക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. വാഹന ഉടമകൾക്ക് വേണ്ടത്ര സമയം കൊടുക്കാറില്ലേ എന്ന് ഹൈക്കോടതി തന്നെ പല കേസുകളിലും ചോദിച്ചിരുന്നു. സ്വാഭാവിക നീതി ഉറപ്പാക്കുന്നതിനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വേണം ഇനി ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗതാഗത കമ്മീഷണർ ADGP S ശ്രീജിത്ത് നിർദ്ദേശം നൽകിയത്. ഇതിനോടൊപ്പം മറ്റു ചില മാറ്റങ്ങളും വരുത്തി. ട്രിപ്പിൾ റൈഡിന് പിടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അപകടകരമായി വാഹനമോടിക്കൽ, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനമിടിച്ചിട്ട് മുങ്ങിയാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ച് 3 തവണ പിടിച്ചാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളുടെ വസ്തുത പരിശോധിക്കുകയാണ് ഇനി. കാണാം വ്യാജ. കൊച്ചിയിലെ മഞ്ഞുമൽ ഗ്രാമത്തിൽ നിന്ന് യാത്ര പോയ യുവാക്കളുടെ സംഘത്തിലെ ഒരാൾ കൊടൈക്കനാലിലെ ഗുണ കേവിലെ ആഴങ്ങളിലേക്ക് വീഴുന്നതും കൂട്ടത്തിൽ ഒരാൾ സാഹസികമായി രക്ഷിക്കുന്നതും പശ്ചാത്തലമാക്കിയുള്ള സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടിയതിന് പിന്നാലെ ഗുണ കേവിൽ അകപ്പെട്ട മനുഷ്യരെ പോലെ കാൽവഴുതി ആഴങ്ങളിലേക്ക് പതിച്ച ഒരാളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ സത്യമാണോ? റിപ്പോർട്ടിലേക്ക്. ഇരുട്ടു നിറഞ്ഞ ആഴം വ്യക്തമല്ലാത്ത ഒരു വലിയ കിടങ്ങിലേക്ക് സംഘത്തിലെ ഒരാൾ കാൽവഴുതി വീഴുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. ഗുണ കേവ്സ് പോലെ കൂരിരുട്ടാണ് കിടങ്ങിൽ കാണുന്നത്. അപകടം കണ്ട് ചുറ്റുമുള്ളവർ ഞെട്ടുന്നതും വീഡിയോയിലുണ്ട്. സാഹസിക യാത്രികരോ നീന്തൽ വിദഗ്ധരോ ആണ് വീഡിയോയിലുള്ളത് എന്ന് വ്യക്തം. 7 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ
ഇതിനകം 2,20,00,000 പേർ കണ്ടുകഴിഞ്ഞു. 2024 ഫെബ്രുവരി 26-ന് ട്വീറ്റ് ചെയ്ത ഈ വീഡിയോയുടെ സത്യാവസ്ഥ 24 ഫാക്ട് ചെക്ക് വിഭാഗം പരിശോധിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. RM വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് പ്രചരിക്കുന്ന വാർത്തയുടെ 16 സെക്കൻഡ് ദൈർഘ്യമുള്ള മറ്റൊരു ദൃശ്യം ലഭിച്ചു. 2017 മാർച്ച് 17-നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിഫിൽ നിന്ന് ജമ്പ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെ ഒരാൾ കാൽവഴുതി ആഴത്തിലേക്ക് വീഴുന്നതാണ് വീഡിയോയിൽ. എന്നാൽ പ്രചരിക്കുന്നത് പോലെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള വലിയൊരു അപകടമായിരുന്നില്ല അത്. കിടങ്ങിന്റെ താഴ്ഭാഗത്തുള്ള വെള്ളത്തിലേക്കാണ് ആൾ കാൽവഴുതി വീണത്. ഇയാൾ വീഴുന്നത് കണ്ടയുടനെ താഴെയിരുന്ന ഒരാളെത്തി രക്ഷിക്കുന്നതും വീഡിയോയിൽ കാണാം. കിടങ്ങിന് താഴ്ഭാഗത്തുള്ള വെള്ളം ബ്ലർ ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമായി. കാൽവഴുതി ഒരാൾ ഇരുട്ട് നിറഞ്ഞ വലിയ കിടങ്ങിലേക്ക് വീഴുന്നതായി പ്രചരിക്കുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അപ്പോൾ അതാണ് ആ ദൃശ്യത്തിന്റെ വാസ്തവം. ഇതോടെ പൊതുജനം കഴുതയില്ല എന്ന പരിപാടിയുടെ സമയം പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റുമായി പ്രവിത ലക്ഷ്മി എത്തും. അതിനുശേഷം എൻകൗണ്ടറാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം.